നമസ്കാരം. ഇന്ന് വെള്ളിയാഴ്ച 2025 ജനുവരി മാസം 17-ാം തീയതി. കൊല്ലവർഷം 1200 മകരം 4-ാം തീയതി. വെള്ളിയാഴ്ച ദിവസമാണ്. സങ്കടഹാര ചതുർത്ഥിയുമാണ്. വിനായകന് വഴിപാട് നടത്തുക. വൈകിട്ട് ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ദീപാരാധന കണ്ട് തൊഴുത് ചന്ദ്രോദയം കണ്ട് തൊഴുതാൽ തീർച്ചയായും നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും. ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രഭഗവാനെ കാണാം. വിനായക വഴിപാടുകൾ ചെയ്യുക. വൈകുന്നേരമെങ്കിലും ക്ഷേത്രദർശനം നടത്തുക. വെള്ളിയാഴ്ചയും സങ്കടഹാര ചതുർത്ഥിയും ചേർന്ന് വരുന്ന ഈ ദിവസത്തിൽ ചില നക്ഷത്ര ജാതകർക്ക് സർവൈശ്വര്യമാണ്. 21 ദിവസത്തിനകം ഈ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർക്ക് ശുഭഫലങ്ങളാണ് കിട്ടുക. ധാരാളം ധനം വന്നു ചേരും. ഈ നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ, വലിയ വലിയ യോഗങ്ങൾ വന്നു ചേരും. ആ നക്ഷത്ര ജാതകർ ഇവരാണ്: അശ്വതി, കാർത്തിക, പുണർതം, ആയില്യം, ചോതി, തിരുവോണം, പൊരുരുട്ടാതി. ആരെയും ഞെട്ടിക്കുന്ന ചില വലിയ ഫലങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ലഭ്യമാകുന്നു. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തുന്നു. ജാതക ദോഷങ്ങളൊക്കെ അകന്ന് തൊഴിലിലും ധനസ്ഥിതിയിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നു. വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കേണ്ട സമയമായി വരുന്നു. ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ, സർവൈശ്വര്യമാണ്. ആ നക്ഷത്ര ജാതകരിലെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. വെള്ളി ചൊവ്വ ദിനങ്ങളിലെ പൂജാവേളയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. വലിയ യോഗങ്ങൾ വന്നു ചേരുന്ന 21 ദിവസത്തിനകം ശുഭഫലങ്ങൾ നൽകുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്ര ജാതകരായ അശ്വതി നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണ് എങ്കിൽ, അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി ഒരുപാട് നല്ല ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അകലാൻ പോകുന്നു. നന്മകൾ ഒരുപാട് വന്നു ചേരുന്ന സമയം. വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കുന്ന സമയം. ബിസിനസ്സൊക്കെ പരാജയപ്പെട്ട് നിൽക്കുന്നവരാണ് എങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം. വരുന്ന 21 ദിവസത്തിനകം അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അസുലഭമായ പല നല്ല അവസരങ്ങളും വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. ജാതകപ്രകാരം തൊഴിൽ മേഖലയിൽ വിജയിക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അശ്വതി നക്ഷത്ര ജാതകരെങ്കിൽ ആ ബിസിനസ്സിൽ വലിയ വിജയം വന്നു ചേരുന്ന സമയമാണ്. അതായത് ജീവിതത്തിൽ നന്മകൾ ഒരുപാട് വന്നു ചേരും. ബിസിനസ്സിൽ വിജയമുണ്ടാകും. വലിയൊരു ഉയർച്ച, ഭാഗ്യം ഇവർക്ക് വന്നു ചേരാൻ പോകുന്നു. അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷം വന്നു ചേരുന്ന സമയമാണ്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രഭഗവാനെ കാണുക. വിനായക വഴിപാടുകൾ ചെയ്യുക. ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ നാളെയെങ്കിലും വിനായകന് ഒരു തേങ്ങയുടച്ച് പ്രാർത്ഥന നടത്തുന്നത് അശ്വതി നക്ഷത്ര ജാതകർക്ക് സർവ്വവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ കാരണമാകും. ജീവിതം മാറും. എല്ലാ രീതിയിലും വലിയ ഉയർച്ച വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരുന്ന സമയം. ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയം. ദോഷങ്ങളൊക്കെ അകലുന്ന സമയം. കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഒരു വീടൊക്കെ വയ്ക്കുവാനുള്ള യോഗം വന്നിച്ചിരുന്നു. വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം വന്നിച്ചിരുന്നു. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും വന്നു ചേരും. കാർത്തികയ്ക്ക് ഇത് ഭാഗ്യത്തിന്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക. വിനായക വഴിപാട് നടത്തുക. സങ്കടഹര ചതുർത്ഥിയും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ഇന്നത്തെ വൈകുന്നേരങ്ങളിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദീപാരാധന കണ്ട് തൊഴുത് ഗണപതി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ചന്ദ്രോദയം കാണുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും.
ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധ്യമാകും. അടുത്ത നക്ഷത്രം പുണർത്തമാണ്. പുണർത്തത്തിനും ഇത് ഭാഗ്യത്തിന്റെയും നേട്ടത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമയമാണ്. കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കുന്നു. നീണ്ട കാലമായി നിങ്ങൾ ആഗ്രഹിച്ച ആശകൾ നിറവേറുന്ന സമയം. എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. പുണർത്തത്തിനിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുക. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ച, സങ്കടങ്ങൾ ഇന്നും അനുഭവിക്കുന്ന ആയില്യ നക്ഷത്ര ജാതകർക്ക് വരുന്ന 21 ദിവസത്തിനകം ഒരു നല്ല കാര്യം ജീവിതത്തിൽ നടക്കും. ആരെയും ഞെട്ടിക്കുന്ന, എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ഒരു ഐശ്വര്യത്തിന്റെ നാളുകൾ തന്നെയായിരിക്കും അത്. സർപ്പക്കാവിൽ പുള്ളുവൻ പാട്ട് പാടിക്കുക, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അവിടെ പുള്ളുവൻ പാട്ട് പാടിപ്പിക്കുക. തീർച്ചയായും വലിയ വിജയം, വലിയ ഉയർച്ച വന്നു ചേരും. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതിക്കും ഇത് ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സമയമാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ പാൽപായസം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ചോതിയുടെ സകലവിധ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് നേട്ടവും ഐശ്വര്യവും വന്നു ചേരുവാൻ കാരണമാകും. ചോദിക്കത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരും. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയം, ധനം ധാരാളം വന്നു ചേരുന്ന സമയം. വലിയൊരു എമൗണ്ട് ഇവരുടെ കയ്യിൽ വന്നു ചേരും. വലിയൊരു തുക ഇവരുടെ കയ്യിൽ വന്നു ചേരും. നന്മകൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. ശുഭഫലമാണ് കാണുന്നത്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുവാൻ തിരുവോണം നക്ഷത്ര ജാതകർക്കും സാധ്യമാകും. തിരുവോണം നക്ഷത്ര ജാതകർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ കഷ്ടപ്പാടുകളൊക്കെ മാറാൻ പോവുകയാണ്. ജീവിതത്തിലെ സകലവിധ കഷ്ടപ്പാടുകളും മാറി എല്ലാ രീതിയിലും വലിയ നിലയിൽ എത്തിച്ചേരുന്ന, ധാരാളം ധനം വന്നു ചേരുന്ന, നന്മകൾ ഒരുപാട് വന്നു ചേരുന്ന, ബിസിനസ്സിൽ വിജയം വന്നു ചേരുന്ന, ഉയർച്ചയോടു കൂടിയ ഭാഗ്യം വന്നു ചേരുന്ന ജാതകരാണ് ഓണം നക്ഷത്രം. തിരുവോണത്തിന്റെ എല്ലാവിധ സങ്കടങ്ങളും മാറിക്കിട്ടും. ജീവിതത്തിൽ എത്രമാത്രം ദുഃഖം അനുഭവിച്ചോ, എത്രമാത്രം പരാജയപ്പെട്ടോ ആ പരാജയവും ദുഃഖവും ഒക്കെ അകന്ന് ജീവിതത്തിൽ വലിയൊരു വിജയം നേടാൻ ഇവർക്ക് സാധ്യമാകും. തിരുവോണം ഭാഗ്യമാണ്. തിരുവോണം ഐശ്വര്യമാണ്. തിരുവോണം സമൃദ്ധിയിലേക്കാണ് കടക്കുന്നത്. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി പൂരുരുട്ടാതി നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോകുന്ന സമയം. നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെ മാറുകയാണ്. ജീവിതത്തിൽ വലിയൊരു ശുഭഫലം വന്നു ചേരാൻ പോവുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയും സങ്കടകര ചതുർത്ഥിയുമാണ്. വൈകുന്നേരം ക്ഷേത്രദർശനം നടത്തുക. ക്ഷേത്രദർശനം നടത്തി ചന്ദ്രോദയം കണ്ട് പ്രാർത്ഥന നടത്തുക. വിനായക ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ദീപാരാധന കണ്ടതിനു ശേഷം അന്നത്തെ ചന്ദ്രോദയം കാണുക. തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറുന്നതായി കാണുവാൻ സാധിക്കും. രാജാവിനെ പോലെ ജീവിക്കാനുള്ള ഒരു യോഗം വന്നു ചേരുന്നതായി കാണാൻ സാധിക്കും പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക്. അത്രയധികം ഭാഗ്യത്തിലേക്കും അത്രയധികം ഉയർച്ചയിലേക്കുമാണ് ഇവർ വന്നു ചേരുന്നത്. കുടുംബത്തിൽ വളരെയേറെ സന്തോഷം അനുഭവിക്കും. എല്ലാവരും ഒത്തൊരുമയോടെ ഇരിക്കും. മനസ്സ് സന്തോഷിക്കും. ഭാഗ്യം ഒരുപാട് വന്നു ചേരും. നീണ്ടകാല ആശകൾ നിറവേറും. എന്താഗ്രഹിക്കുന്നുവോ അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. അത്തരമൊരു ഭാഗ്യാനുഭവം ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരാൻ പോവുകയാണ്. ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർ നിറവേറ്റുക തന്നെ ചെയ്യും. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയെക്കുറിച്ചാണോ അതെന്ത് തന്നെയാണെങ്കിലും ആ ആഗ്രഹം നിങ്ങൾക്ക് നിറവേറും. നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന ഒരു വസ്തു വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകും. അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ അശ്വതിയാണെങ്കിലും കാർത്തികയാണെങ്കിലും പുണർത്തമാണെങ്കിലും ആയില്യമാണെങ്കിലും ചോതിയാണെങ്കിലും തിരുവോണമാണെങ്കിലും പൂരുരുട്ടാതിയാണെങ്കിലും എത്തുന്നത്. വലിയൊരു എമൗണ്ട് കയ്യിൽ വന്നു ചേരുന്ന സമയമാണ്. വലിയ പ്രതീക്ഷകൾ പൂവണിയുന്ന സമയമാണ്. ഒരു വ്യക്തി നിങ്ങളെ കാണാൻ വരുന്ന സമയമാണ്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും. ഇന്ന് വെള്ളിയാഴ്ചയാണ്. മകം നക്ഷത്രമാണ്. 57 വരെ മകം നക്ഷത്രവും ശേഷം പൂരം നക്ഷത്രവുമാണ്. ചതുർത്ഥിയാണ്. വെള്ളിയാഴ്ചയും സങ്കടകര ചതുർത്ഥിയും ഒന്നിച്ചു വരുന്നു. വിനായക വഴിപാട് നടത്തുക.
വൈകിട്ട് ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ദീപാരാധന കണ്ടു തൊഴുത് ചന്ദ്രോദയം കണ്ടു തൊഴുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടം, വലിയ ഭാഗ്യാനുഭവങ്ങൾ, ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള വലിയ നേട്ടത്തിൻ്റെ സമയം നിങ്ങൾക്ക് വന്നു ചേരും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഒത്തിരി സൗഭാഗ്യങ്ങൾ, ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.